കഴിഞ്ഞ ദിവസം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായിട്ടുള്ള ഒരു പോസ്റ്റ് പ്രചരിപ്പിക്കുകയുണ്ടായി. ഇവിടെ ആ പോസ്റ്റ് പ്രചരിപ്പിച്ച ആ വ്യക്തിയെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ തന്നെ കേസ് കൊടുത്തിരുന്നു. പക്ഷെ അത് പിന്നീട് എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ കേസ് കൊടുത്തിട്ട് ഇപ്പൊ 3 ദിവസത്തോളമായി പോലീസ് അതിനെക്കുറിച്ചിട്ട് സൈബർ സെല്ലിന്റെ ഭാഗത്തുനിന്ന് വളരെ ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് എന്നതാണ്. ഇതിനു മുമ്പും ഇതുപോലെയുള്ള വ്യക്തിഹത്യ പാണക്കാട് തങ്ങന്മാരെ കുറിച്ചിട്ട് വ്യക്തിഹത്യ നടത്തിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും വേണ്ട രീതിയിലുള്ള നടപടി എടുത്തിട്ടില്ല എന്നതാണ് മറ്റൊരു വശം. ഇവിടെ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ വ്യക്തിയിൽ മാത്രമല്ല അധിഷ്ഠിതമാകുന്നത് ആ പ്രശ്നം, നേരെ മറിച്ച് ആ വ്യക്തിയുടെ കുടുംബത്തിൽ മൊത്തത്തിലാണ് ബാധിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയം ഏതുമാകട്ടെ, രാഷ്ട്രീയ വിഭാഗങ്ങൾ ഏതുമാകട്ടെ, ഏതൊരു വ്യക്തിയാകട്ടെ, പക്ഷെ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു ആരോപണങ്ങൾ ഒരിക്കലും ഉന്നയിക്കാൻ പാടില്ല. ഇവിടെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ചിട്ട് ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു ഇതിൽ ഇവിടെ ആരാണ് ചെയ്തത് എന്നുള്ള കാര്യം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്മുടെ നാട്ടില് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലൊന്നും ആ പ്രതികൾക്ക് അർഹിക്കുന്ന തരത്തിലുള്ള ശിക്ഷ കൊടുക്കാറില്ല എന്നതാണ് വസ്തുത. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള ഭാഷ പ്രയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. പക്ഷെ ഇത്തരക്കാർക്കൊന്നും ഇവിടുത്തെ നിയമം തക്കതായി ശിക്ഷ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ക്രൈമുകൾ, അതായത് സൈബർ ക്രൈമുകളൊക്കെ നിർബാധം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നേരെ മറിച്ച് നമ്മുടെ വിദേശത്താണ് ഇങ്ങനെയുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വിശേഷ ഈ GCC കൺട്രികളിലൊക്കെ ഇങ്ങനെയുള്ള ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ആ പ്രതിക്ക് അർഹമായ മാതൃകപരമായിട്ടുള്ള ശിക്ഷയാണ് കൊടുക്കുന്നത്. ഇവിടെ എന്തിനേറെ പറയുന്നു, ഇപ്പോ ഇറാന് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം, അമേരിക്കയുമായിട്ടുള്ള യുദ്ധം നടക്കുന്നുണ്ടല്ലോ. അപ്പോ ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ മിസൈൽ അയച്ചിട്ട്, അതായത് അമേരിക്കൻ പട്ടാള ക്യാമ്പുകളെ ആക്രമിക്കുക എന്നുള്ള രീതിയിൽ ഇറാൻ മിസൈൽ അയച്ചിട്ട് ആ ഫോട്ടോ എടുത്തതിന്റെ പേരിൽ പോലും അവിടെ എത്രയോ മലയാളികൾ ജയിലിൽ കിടക്കുന്നുണ്ട് എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടുത്തെ നിയമം അത്രത്തോളം കർശനമാണ്. കാരണം ആ ഒരു മിസൈൽ വരുന്നതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലെ യുദ്ധത്തെ കുറിച്ചിട്ടുള്ള ആ നാട്ടിനെ കുറിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരാമർശം നടത്തിയാൽ പോലും കടുത്ത ക്രൈമായിട്ട് കൂട്ടിയിട്ട് അവരെ ജയിലിലടക്കുകയോ അല്ലെങ്കിൽ നാട് കടത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതി. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതുപോലെയുള്ള സംഭവം നടക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയം ഏതുമാകട്ടെ, അദ്ദേഹം ഇവിടുത്തെ 140 കോടി ജനങ്ങളുടെ പ്രതിനിധിയാണ്. അതേപോലെ തന്നെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം 3.5 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ്, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഏതുമാകട്ടെ, അപ്പൊ ഇതുപോലെ അവരൊക്കെ ഇത്തരം മ്ലേച്ഛമായ രീതിയിൽ, വളരെ മോശമായ രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പ്രദർശിപ്പിക്കുമ്പോൾ അത് കുറ്റകരമല്ല. അത്തരം പ്രതികൾക്ക് ശിക്ഷ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമത്തിന്റെ ഒരു രീതി എത്രത്തോളം അതപ്പതിച്ചു പോകുന്നു എന്ന കാര്യത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടതല്ലേ. ഇവിടെ നമ്മുടെ നിയമം കർശനമാണ്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അത് ഇന്ത്യയിലെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ എല്ലാവർക്കും അവരുടേതായ രീതിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഇതാക്കാനൊക്കെ അവകാശം കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതുപോലെയുള്ള ക്രൈമുകളൊന്നും ഇത് ചെയ്യാനുള്ള അവകാശങ്ങളൊന്നും നിയമം അനുവദിക്കപ്പെടുന്നില്ല. പക്ഷെ നിയമത്തിന്റെ ഇത് കണിശമാകാത്തത് കൊണ്ടാണ് ഇത്തരം നിരമ്പന്മാർ, എന്താണ് ഇവരെ വിശേഷിപ്പിക്കേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റൂല, ഇത്തരം അധമന്മാർ നിർബാധം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ചിട്ട് അത്രക്കും വളരെ മ്ലേച്ഛമായ രീതിയിലാണ് ആ പോസ്റ്റ് പ്രചരിപ്പിച്ചത്. അപ്പൊ അതെത്രത്തോളം കുറ്റകരമാണ്. കേസ് കൊടുത്തിട്ടും ആ പ്രതിയെ പിടിക്കപ്പെടും എന്നുള്ള രീതിയിൽ അല്ലാതെ ഇതുവരെ പ്രതി പിടിക്കപ്പെട്ടില്ല. പക്ഷെ ഒരു നിമിഷ നേരം കൊണ്ട് അത് ഏത് ഐഡിയിൽ നിന്നാണോ, ഏത് നമ്പറിൽ നിന്നാണോ, എവിടെ നിന്നാണോ അത് ക്രിയേറ്റ് ചെയ്ത് ആ പോസ്റ്റ് ഇറക്കിയതെന്നുള്ള കാര്യം കണ്ടെത്താൻ നിഷ്പ്രയാസം മതി. അത്രമാത്രം ടെക്നോളജികൾ വളർന്നു. പക്ഷെ അതൊരു ലാഘവത്തോടു കൂടി കാണുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള സംഭവം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള വ്യക്തിഹത്യ മറ്റൊക്കെ ചെയ്യുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ ആയിക്കോട്ടെ, ഇവിടെ രാഷ്ട്രീയത്തിന്റെ ഒരു ഇത് ഞാൻ പറയുന്നത് മനുഷ്യത്വത്തിന്റെ ഒരു ഇതാണ് ഞാൻ പരാമർശിക്കുന്നത്. അത്തരം ക്രിമിനൽ സ്വഭാവമുള്ളവരെ കർശനമായും മാതൃകപരമായിട്ട് ശിക്ഷിക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ടാകണം.
എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള അധമന്മാർക്കൊരു താക്കീതായിട്ട് മാറുകയുള്ളൂ.